ഹലോ, ഞാൻ ലിപിൻ. അപ്പൊ ഞാൻ ഇന്നൊരു സിനിമ JSK, അതായത് ജാനകി ബസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതാണ് JSKയുടെ ഫുൾ ഫോം. അതായത് അതിന്റെ ആ പേരിൽ കുറെ വിവാദവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് കേട്ടായിരുന്നു. അതൊക്കെ ആയിട്ടുണ്ടല്ലോ, അതായത് റിലീസൊക്കെ മാറ്റി വെച്ചാലോ. അപ്പൊ എന്തായാലും പടം കണ്ടു. പക്ഷെ എനിക്ക് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. ചിലപ്പോ ബസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ കാരണമായിരിക്കുള്ളൂ ആ ഒരു ഇത് വരാൻ കാരണം. മാത്രമല്ല, ഈ പടത്തില് മറ്റേ മുഖ്യമന്ത്രിനൊക്കെ പിടിച്ച് കുറച്ച് ആക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടിരുന്നു. അതായത് ഫസ്റ്റ് തന്നെ ഇതിലെ ബൈജു ബൈജു പറയുന്നത് പറഞ്ഞാൽ ഇരട്ടചങ്കരോ ഭരട്ടചങ്കരോ എന്നൊക്കെ അങ്ങനത്തെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് ആരെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. പിന്നെ മാത്രമല്ല, ഇതില് പുള്ളിയുടെ ഒരു ഡ്യൂപ്പിനെ വെച്ച് ഒരു സീൻ കാട്ടണമുണ്ട്. അതായത് ഒരു ഡ്യൂപ്പ് അത് ആരാന്നൊക്കെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു ഇത് സംഭവം വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ക്ലൈമാക്സിലാവുമ്പോ എന്നിട്ട് ഈ ഓരോരുത്തർ വീട്ടിൽ കൊണ്ട് ഈ മഞ്ഞുകുറ്റി ചെയ്യുന്നത് അത് അങ്ങനെയൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഈ പടത്തിന്റെ മറ്റേ ഇതൊക്കെ തടയാൻ കാരണങ്ങളും മറ്റേ റിലീസൊക്കെ നീട്ടാൻ കാരണം അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. എന്തായാലും അതൊക്കെ ഒരു സൈഡിൽ കൂടെ പോട്ടെ. പിന്നെ പടത്തിൽ മെയിനായിട്ട് അഭിനയിച്ചത് സുരേഷ് ഗോപി ഇതിലെ ഒരു വക്കീല്. പുള്ളിയുടെ പേര് തന്നെ ഒരു ഗംഭീരമായ ഒരു പേരാ. ഏബൽ ഡൊണേനോ അങ്ങനെ കണ്ട്, ഡേവിഡ് ഏബിൾ ഡോണെ അങ്ങനെ കണ്ട്, ആബേൽ ഡോണെ അങ്ങനെ കണ്ട പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പുള്ളിക്കാരൻ ഒരു മറ്റേ ഞാൻ വിചാരിച്ചത് ഈ പടം ഫസ്റ്റ് ഹാഫ് ഒക്കെ പോയപ്പോ ഞാൻ വിചാരിച്ചത് നമ്മുടെ ചിന്താമണി കൊലക്കേസ് പോലെ ഫസ്റ്റ് ഹാഫ് മറ്റേ പ്രതിക്ക് വേണ്ടി വാദിക്കുന്നു, അത് കഴിഞ്ഞ് പ്രതിക്ക് വേണ്ടി സെക്കൻഡ് ഹാഫ് മൊത്തം വാദിക്കുന്നു. ആ രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ രീതിയിൽ വന്നിട്ടില്ല. എന്നാലും വേറൊരു രീതി, വേറൊരു വെർഷൻ അങ്ങനെയാണ് പറയും. പിന്നെ അനുപമ ദാസ് അനുപമ ദാസും പോട്ടെ, അനുപമ പരമേശ്വരൻ മാറിപ്പോയിട്ടാ, സോറി. അനുപമ പരമേശ്വരൻ ഇതിൽ ഗംഭീരമായിട്ട് പുള്ളിക്കാർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതായത് എന്താ പറയപ്പ, ശരിക്കും ആ ക്യാരക്ടർ എങ്ങനെയാണ്, അതായത് പുള്ളിക്കാരത്തില് ശരിക്കും പറഞ്ഞാൽ ട്രോള് വരേണ്ട ഒരു ക്യാരക്ടർ, ഇമോഷൻ കാര്യങ്ങളൊക്കെ ട്രോള് വരേണ്ട ഒരു സാധനമാണ് അതിൽ വെച്ചത്. അതൊക്കെ പുള്ളിക്കാർക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് വേണ്ടി പല കാര്യങ്ങളും ബാധിക്കുന്നതും അങ്ങനത്തെ രീതിയിലൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടമാണ്. പിന്നെ ഇതില് ദിവ്യപിള്ള ഞാൻ പറയല്ല, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ശ്രുതി രാമചന്ദ്രൻ. പുള്ളിക്കാരത്തി ഗംഭീരമായിട്ട് സെക്കൻഡ് ഹാഫ് പുള്ളിക്കാരത്തിലേല. അതായത് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞ പടത്തില് ഒരുമാതിരി കൊണ്ടുവരുന്നത് പുള്ളിക്കാരത്തിയാ. അതായത് പുള്ളിക്കാരി നല്ല രീതിയിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരത്തി ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയണില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. കണ്ടു വെച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ അഭിനയിച്ചിരുന്നത് അഷ്കർ അലി ഒരു പോലീസുകാരനായിട്ടാണ്. അതൊരു പാവത്താൻ പിടിച്ച ഒരു പോലീസുകാരൻ. അത് മാത്രമല്ല, പുള്ളിക്കാരൻ വഴിയാണ് ലാസ്റ്റ് സെക്കൻഡ് ഹാഫില് മറ്റേ കഥ കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരന്റെ ഒരു ഒറ്റ ഇതിലും കൊണ്ടൊക്കെയാണ് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പാവത്താൻ പോലീസ് എങ്ങനെ, അതായത് ഗവൺമെന്റ് അല്ല, പോലീസുകാർക്ക് എതിരെ അങ്ങനത്തെ ഒരു രസമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ബൈജു ഒരു സീനിയർ പോലീസുകാരനായിട്ട് എല്ലാ പടത്തിലും പുള്ളി ഗംഭീരമായിട്ട് ചെയ്യണ പോലെ തന്നെ ഇതിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീനിയർ പോലീസുകാരനായിട്ട് പുള്ളിക്കാരന്റെ തഗ് ഇടയ്ക്കെടുക്കണ പുള്ളിക്കാരനാണ് ഒരു തഗ് പറയണേ. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പരട്ടച്ചങ്കരനൊക്കെ പറയാണ്ട് ഇരട്ടച്ചങ്കം വെച്ച് അവിടെ ഇരുന്നാ പോലെ എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതൊക്കെ പുള്ളിക്കാരന്റെ ഒരു തഗ്ഗായിട്ട് വരും. പിന്നെ ലാസ്റ്റ് മഞ്ഞക്കുറ്റി അത് ആരാ പറയണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് അഷ്കറിയ ആണോ? അല്ല, അത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞേ. ലാസ്റ്റ് മഞ്ഞക്കുറ്റിയുടെ കേസ് അത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞേ. പിന്നെ അഭിനയിച്ചത് രജിത് മേനോൻ. പുള്ളിക്കാരൻ മറ്റേ ഗോള് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഗോള് സിനിമ മാത്രമേ എനിക്ക് പുള്ളിക്കാരന്റെ ഇപ്പൊ ഓർമ്മ വരുന്നുള്ളൂ. പണ്ടത്തെ ഗോളിലെ നായകനില്ലേ, ആ പുള്ളിയാണ് രജിത് മേനോൻ. പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഒരാളുള്ളൂ, ഇനി ഞാൻ പറയാൻ വേണ്ടി മാറ്റി വെച്ച ഒരാള്, അത് വാവാ സുരേഷ് എന്ന് പറയുമ്പോ ആർക്കും മനസ്സിലായില്ലല്ലോ. മാധവ് സുരേഷ്, അതായത് സുരേഷ് ഗോപിയുടെ വാവ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് വാവാ സുരേഷ് എന്ന് പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരന്റെ റോള് മാത്രം ഇതില് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അത് സത്യം പറയാം. കാരണം പുള്ളിക്കാരൻ ഫസ്റ്റ് തന്നെ ഒരു ഡയലോഗ് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ ഡയലോഗ് പറയുമ്പോൾ പുള്ളിക്കാരന്റെ സൗണ്ട് ഏത് വഴിക്ക് പോണു
പുള്ളിക്കാരന്റെ കണ്ണ് എങ്ങോട്ട് പോകണു അതൊന്നും, കണ്ണൊക്കെ തുറിച്ചു വരാം പുള്ളിക്കാരൻ ഡയലോഗ് പറയുമ്പോ. അതൊരു ഇതായിട്ട് തോന്നി. അതെന്തോ ഒരു മോശമായിട്ട് എനിക്ക് തോന്നി. പുള്ളിക്കാരൻ ശരിക്കും ഇനിയിപ്പോ മറ്റേ ആരാ ഫഹദ് ഫാസിലൊക്കെ അഭിനയം പഠിക്കാൻ പോയ പോലെ പുള്ളി പഠിക്കേണ്ടി വരും. കാരണം രസമായിട്ടില്ല പുള്ളിക്കാരന്റെ ആ റോളേ ഇതിന് രസമായിട്ടില്ല. പിന്നെ പിന്നെ ആസ് യൂഷ്വൽ പടം പറയുകയാണെങ്കിൽ ഞാൻ പറയാം ഒരു വൺ ടൈം വാച്ചുള്ള മൂവി അത്രേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഒരു ബമ്പർ ഹിറ്റോ അങ്ങനത്തെ ഒരു ഹിറ്റാണെന്ന് പറയില്ല. എന്തായാലും ഒരു തവണ തിയേറ്ററിൽ പോയി നമുക്ക് കണ്ട് ഇറങ്ങാവുന്ന ഒരു പടമാണ്. അതായത് വെറുപ്പിക്കില്ല. വെറുപ്പിക്കുന്നത് ആകെ ഈ മാധവ് സുരേഷിന്റെ മാത്രം, ഈ ബാബ സുരേഷിന്റെ മാത്രമാണ് വെറുപ്പിക്കണതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല പടത്തിന്റെ ബിജിഎം കിഡിലെ സാധനം എന്ന് പറഞ്ഞാൽ കിഡിലെ സാധനം ബിജിഎം. അതേപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് മറ്റേ ടൈറ്റിലൊക്കെ എഴുതി കാട്ടുമ്പോ ഒരു പാട്ട് വരുന്നുണ്ട്. അതൊക്കെ അറ്റ്മോസ് തിയേറ്ററിൽ ഇത് കേൾക്കുമ്പോണ്ടല്ലോ ഗംഭീരം. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്ക് ഒരു പാട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലാണോ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടും കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റ് എഴുതി കാട്ടുമ്പോ അപ്പോഴും ഒരു പാട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാട്ടുകളൊക്കെയാണ് ഈ പാട്ടുകളുടെ സൗണ്ടാണ് ഈ പടത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ആ ഫൈറ്റ് സത്യം പറഞ്ഞാൽ എന്തിനായിരുന്നു എന്ന് തന്നെ, അതായത് വില്ലനെ ബിൽഡപ്പ് ചെയ്തതാണോ, അതായത് സുരേഷ് ഗോപിക്ക് ഒന്ന് ഹീറോ ആയിട്ട് നിൽക്കാൻ തന്നെ ചെയ്തതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നി. കാരണം അങ്ങനത്തെ ഒരു ഫൈറ്റിന്റെ ഈ പടത്തിന് ഒരു ഫൈറ്റിന്റെ ആവശ്യമില്ല. കാരണം ഇതിന്റെ കഥ പോണത് അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പൊ അതെനിക്ക് തോന്നിയില്ല. ആ ഫൈറ്റിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നാനുള്ള. പക്ഷെ ഫൈറ്റിന്റെ ആയാലും ആ സൗണ്ടും കാര്യങ്ങളില്ലേ, ഫൈറ്റിൽ നമ്മള് ഇടിക്കുന്ന സൗണ്ടൊക്കെ അതൊക്കെ ഗംഭീരമായിട്ട് അതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല സുരേഷ് ഗോപി ആ ഫൈറ്റിൽ വന്നതല്ലേ ഒരു വെപ്പുതാടി വെച്ചിട്ടാ. അത് ശരിക്കും മനസ്സിലാവും വെപ്പുതാടിയാണ് പുള്ളിക്കാരൻ വെച്ചേക്കണേന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. കാരണം എന്തോ ആ വെപ്പുതാടി വെച്ചിട്ട് പുള്ളി എങ്ങനെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തു തന്നെ നമുക്ക് ഒരു സംശയം വരും. എന്തായാലും ഒരു വൺ ടൈം വാച്ചുള്ള മൂവി അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മറ്റേ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കൊക്കെ നല്ല പൊട്ടുപൊട്ടുണ്ട്. ചിലപ്പോ അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഈ പടം ഇങ്ങനെ റിലീസ് മാറ്റി വെക്കാൻ കാരണം. എന്തായാലും ഒരു വൺ ടൈം വാച്ചുള്ള മൂവി തിയേറ്ററിൽ കാണേണ്ടവർക്ക് കാണാം, ബോറടിക്കില്ല. അത് ഞാൻ പറഞ്ഞു. ശരി.